ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരെയും USS സോഷ്യൽ സയൻസ് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് മുൻ വർഷങ്ങളിൽ USS എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദി ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദി ബിലോ ലിസ്റ്റഡ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. കാലഘടനക്കനുസരിച്ച് താഴെ കൊടുത്തിട്ടുള്ള ചരിത്ര സംഭവങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, ജാലിയൻ വാലാബാഗ്, ചൗരി ചൗര, സാൾട്ട് സത്യാഗ്രഹ ആൻഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇതാണ് ശരിയായ കാലക്രമം. ഇനി നമുക്ക് ഓരോ ചരിത്ര സംഭവവും നടന്ന വർഷങ്ങൾ കാലഘടനക്കനുസരിച്ച് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ്, ജാലിയൻ വാലാബാഗ് 1919 1919. സെക്കൻഡ്, ചൗരി ചൗര 1922 1922. തേർഡ്, ഉപ്പ് സത്യാഗ്രഹം 1930 1930. ആൻഡ് ലാസ്റ്റ്, ക്വിറ്റ് ഇന്ത്യ സമരം 1942 1942. ഇവയാണ് ചരിത്ര സംഭവങ്ങൾ നടന്ന വർഷങ്ങൾ. ഓക്കെ. സെക്കൻഡ്, ഹു ഈസ് ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? ആൻസർ ഓപ്ഷൻ എ, സുനിൽ അറോറ. സുനിൽ അറോറയാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അതുപോലെ കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീന ആകുന്നു. നെക്സ്റ്റ്, which of the following basic idea is not included in the preamble of the Constitution of India? താഴെ നൽകിയവയിൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തിട്ടുള്ള അടിസ്ഥാന ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഫെഡറലിസം, സംയുക്ത ഭരണവ്യവസ്ഥ. സംയുക്ത ഭരണവ്യവസ്ഥയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തിട്ടുള്ള അടിസ്ഥാന ആശയങ്ങളിൽ ഉൾപ്പെടാത്തത്. ഇനി നമുക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ്, സോവറിൻറ്റി, പരമാധികാരം. സെക്കൻഡ്, സെക്യുലറിസം, മതേതരത്വം. തേർഡ്, റിപ്പബ്ലിക്. ഫോർത്ത്, സോഷ്യലിസം, സ്ഥിതി സമത്വം. ആൻഡ് ലാസ്റ്റ്, ഡെമോക്രസി, ജനാധിപത്യം. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ആർ ദി പോർട്സ് സീൻ ഇൻ ദി ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ സി, പാരദീപ്, വിശാഖപട്ടണം. ഇവയാണ് കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ. ഇനി നമുക്ക് കിഴക്കൻ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ്, ചെന്നൈ, എന്നൂർ, വിശാഖപട്ടണം, പാരദീപ്, കൊൽക്കത്ത ആൻഡ് ഹാൽദിയ. ഇവയാണ് കിഴക്കൻ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ. അതുപോലെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ്, കൊല്ലം, കൊച്ചി, മാംഗ്ലൂർ, മർമഗോവ, മുംബൈ, നേവശോവ, ജാംനഗർ ആൻഡ് കാണ്ഡ്ല. ഇവയാണ് പടിഞ്ഞാറ് തീരത്തെ പ്രധാന തുറമുഖങ്ങൾ. ഓക്കെ. നെക്സ്റ്റ്, റീഡ് ദി ഫാക്ട് അബൌട്ട് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ച വസ്തുതകൾ വായിക്കുക. ഫസ്റ്റ്, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദി വേൾഡ് ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. സെക്കൻഡ്, ഇറ്റ് ക്ലിയർലി സ്റ്റേറ്റ്സ് ദി റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. പൗരന്മാരുടെ അവകാശങ്ങൾ, കർത്തവ്യങ്ങൾ എന്നിവ ഇന്ത്യൻ ഭരണഘടന വ്യക്തമായി പ്രതിപാദിക്കുന്നു. സെലക്ട് ദി അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. മുകളിൽ നൽകിയ പ്രസ്താവനകളിൽ അനുയോജ്യമായത് ഏതെന്ന് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി, ബോത്ത് ദി ഫാക്ട്സ് ആർ കറക്റ്റ്. പ്രസ്താവന 1ഉം 2ഉം
എന്നിവ ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ്, ഇൻ വിച്ച് ഏരിയ ഓഫ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് ദീപ കർമാക്കർ ഈസ് റിലേറ്റഡ് ടു? ദീപ കർമാക്കർ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ജിംനാസ്റ്റിക്. ജിംനാസ്റ്റിക് ആണ് ഇവരുടെ മേഖല. 2014 കോമൺവെൽത്ത് ഗെയിംസിലെ ബ്രോൺസ് മെഡൽ ജേതാവ് കൂടിയാണ് ദീപ കർമാക്കർ. നെക്സ്റ്റ്, certain movements and personalities related to social reforms are given below. Find out the wrong combination. സാമൂഹ്യ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചില പ്രസ്ഥാനങ്ങളും വ്യക്തികളും താഴെ കൊടുത്തിരിക്കുന്നു. തെറ്റായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ബ്രഹ്മസമാജ്, സ്വാമി ദയാനന്ദ സരസ്വതി. ഇതാണ് ഈ നൽകിയവയിൽ തെറ്റായ ജോഡി. ഇനി ശരി ഏതാണെന്ന് നോക്കാം. ബ്രഹ്മസമാജ് രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആകുന്നു. നെക്സ്റ്റ്, എക്സാമിൻ certain hints related to a social reformer of Kerala. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സൂചനകൾ പരിശോധിക്കുക. ഫസ്റ്റ്, ബോൺ അറ്റ് വെങ്ങാനൂർ. വെങ്ങാനൂരിലായിരുന്നു ജനനം. സെക്കൻഡ്, വർക്ക്ഡ് ഫോർ ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് ദി ഡൗൺട്രോഡൻ. അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ചു. തേർഡ്, ട്രാവൽഡ് ഇൻ എ ബുള്ളോക്ക് കാർട്ട് ഓർ വില്ലുവണ്ടി ഓൺ ദി പബ്ലിക് റോഡ്. പൊതുവഴിയിൽ വില്ലുവണ്ടിയിലൂടെ യാത്ര ചെയ്തു. ഹൂ ഈസ് ദിസ് പേഴ്സണാലിറ്റി? ആരായിരുന്നു ഈ വ്യക്തിത്വം? ആൻസർ ഓപ്ഷൻ ഡി അയ്യങ്കാളി. അയ്യങ്കാളിയായിരുന്നു ഈ സാമൂഹ്യ പരിഷ്കർത്താവ്. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. നെക്സ്റ്റ്, ടു വിച്ച് ഇൻസിഡൻറ്റ് രോഹിത് വെമുല ഈസ് റിലേറ്റഡ്? രോഹിത് വെമുല ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി വിക്ടിം ഓഫ് അട്രോസിറ്റീസ് ടുവേർഡ്സ് ദളിത്. ദളിത് പീഡനത്തിൻ്റെ ഇര. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഈ പ്രസ്ഥാനത്തിന് നേതാവായിരുന്നു മേധാ പട്കർ. ഓക്കെ. നെക്സ്റ്റ്, ദി സെക്രട്ടറി ജനറൽ ഓഫ് UNO. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആര്? ആൻസർ ഓപ്ഷൻ എ ആന്റോണിയോ ഗുട്ടറസ്. ആന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ. ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ ഡി ട്രിഗ്വേലി. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ സെക്രട്ടറി ജനറലാണ് ട്രിഗ്വേലി. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ഗെയിം ഓർഗനൈസേഷൻസ് ഒഫീഷ്യൽസ് വെർ സാക്ക്ഡ് ബൈ ദി വെർഡിക്റ്റ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ? സുപ്രീം കോടതി വിധി പ്രകാരം അഴിമതിയുടെ പേരിൽ ഏത് കായിക സംഘടനയുടെ ഭരണസമിതിയാണ് പിരിച്ചുവിട്ടത്? ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി. ഓക്കെ. നെക്സ്റ്റ്, ഫോർ ദി ബെറ്റർ പ്രൊട്ടക്ഷൻ ഓഫ് വിച്ച് ഫുഡ് ക്രോപ്സ് ദി ബിലോ ലിസ്റ്റഡ് കണ്ടീഷൻസ് ആർ സ്യൂട്ടബിൾ? താഴെ പറയുന്ന സവിശേഷതകൾ ഏത് വിളകളുടെ ഉൽപാദനത്തിന് അനുയോജ്യമാണ്? ഫീച്ചേഴ്സ്. ഫസ്റ്റ്, റെയിനിങ് മോർ ദാൻ 150 സെൻറ്റിമീറ്റർ. 150 സെൻറ്റിമീറ്റർ വരെ മഴ. സെക്കൻഡ്, ടെമ്പറേച്ചർ എബോവ് 24 ഡിഗ്രി സെൽഷ്യസ്. 24 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനില. തേർഡ്, അലുവേൽ സോയിൽ. എക്കൽ മണ്ണ്. ഇനി നമുക്ക് ആൻസർ പരിശോധിക്കാം. ആൻസർ ഓപ്ഷൻ എ നെല്ല്. നെല്ലിൻ്റെ ഉൽപാദനത്തിന് അനുയോജ്യമായ സവിശേഷതകളാകുന്നു മുകളിൽ നൽകിയത്. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ഒഫീഷ്യൽ സ്റ്റേറ്റ് ഫിഷ് ഓഫ് കേരള? കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏത്? ആൻസർ ഓപ്ഷൻ സി കരിമീൻ. കരിമീനാണ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം. ഓക്കെ. നെക്സ്റ്റ്,
which is the image placed in the 2000 currency newly introduced by Reserve Bank of India in November 2016. ഭാരതീയ റിസർവ് ബാങ്ക് 2016 നവംബറിൽ പുറത്തിറക്കിയ 2000 രൂപ നോട്ടിൽ ആലേഖനം ചെയ്ത ചിത്രം ഏത്? ആൻസർ ഓപ്ഷൻ ബി മംഗൾയാൻ. മംഗൾയാൻ്റെ ചിത്രമാണ് പുതിയ 2000 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തത്. Next, which are the west flowing peninsular rivers drain into the Arabian Sea? ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി നർമ്മദ, താപ്തി. നർമ്മദയും താപ്തിയുമാണ് ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നവ. ഓക്കെ, ഇനി നമുക്ക് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയെന്ന് നോക്കാം. മഹാനദി, ഗോദാവരി, കൃഷ്ണ ആൻഡ് കാവേരി എന്നീ നദികളാകുന്നു ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ. ഓക്കെ, ആൻഡ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദി റെമ്യൂണറേഷൻ റിലേറ്റഡ് ടു ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് ദി റോങ് പെയർ. ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. തെറ്റായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ക്യാപിറ്റൽ, പ്രൈസ് അഥവാ മൂലധനം, വില. ഇവയാണ് നൽകിയവയിൽ തെറ്റായ ജോഡി. ഓക്കെ, താങ്ക് യു.